ഇപ്പം നമുക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പലതരം ജോണറുകളുടെ സിനിമ, ഇപ്പം പുഴു, അതുപോലെ നൻപകൽ നേരത്തെ മയക്കം, റോഷാക്ക്, ഭ്രമയിക, ഇങ്ങനെ പല ജോണറുകൾ കടന്നുപോയി അവസാനം ഇത് വീണ്ടും ഒരു മാസത്തിലേക്ക് മധുരാജ് പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ഭീഷ്മോറം പോലെ എന്തുമാത്രം പ്രതീക്ഷയുടെ ഒരു ഭാരമുണ്ട് ഇതിലേക്ക്? ഇത് ഈ പറഞ്ഞ പോലത്തെ സിനിമയൊന്നും അല്ല, മാസ് സിനിമയാണെന്ന് ഇപ്പോഴും നമുക്കൊരു ബോധ്യമായിട്ടില്ല. ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സിനിമയാണ്, പക്ഷേ മാസ് രംഗങ്ങളൊക്കെ ഉണ്ട്. ഇതിന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, മാസ് സിനിമ ആണോ എന്താണ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം മാസിനും ക്ലാസ്സിനും അത് രണ്ടും അല്ലാത്ത ആളുകൾക്കും സാധാരണക്കാർക്കും പാമരനും എന്താ പറയുക പണ്ഡിതനും ഒക്കെ കാണാവുന്ന സിനിമയായിട്ടാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ ഇതിൻ്റെ ആർക്കൊക്കെ ഇഷ്ടപ്പെടും ആർക്കൊക്കെ ഇഷ്ടപ്പെടില്ല എന്ന് നമുക്കിപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ആളുകൾ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. അതും ഒരു സന്തോഷവും ഒരു പേടിയുണ്ട്. എന്തേലും ആട്ടെ, ഇപ്പോൾ അവിടെ ഇറങ്ങാൻ പോയി സാധനം കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ നിങ്ങൾ അമ്പ് വില്ലിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അത് വരുന്നവരെ കാണട്ടെ എന്നുള്ളത് വിചാരിക്കാനേ പറ്റുള്ളൂ. ഇതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ അവസാനം അത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റും. അതുകൊണ്ട് ഒന്നും ഇന്നും പറയാതെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലോണം ശ്രമിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഈ ആർട്ടിസ്റ്റായാലും ശരി, ടെക്നീഷ്യനായാലും ശരി, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നമ്മളെ കോപ്പറേറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് രാത്രിയും പകലും ലൈറ്റും. സിനിമയുടെ ഒരു ഭൂരിഭാഗം നടക്കുന്ന വേദരാശിയിലാണ്. അവിടെ ഒരു രാത്രി സീനുകൾ ഒരുപാടുണ്ട്. ആളുകൾ രാവിലെ ഉറക്കളിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ ഇതുവരെ ഉറങ്ങിയിട്ടില്ല, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇദ്ദേഹത്തിന് അങ്ങനെ എഴുത്തുകാരനായതുകൊണ്ട് ഡയറക്ടർക്ക് പകരം വന്ന ആളാണ്. അല്ല, എഴുത്തുകാരനോട് ചേർത്ത് ഡയറക്ടറെ കൂടെ ചേർത്ത് വന്നതാണ്. പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ പ്രൊമോഷനും കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. കുറച്ചൊക്കെ ഇനിയിപ്പോൾ സിനിമ നന്നായിപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒന്നുകൂടെ കാണാം. അതൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒന്നും പറയാനുള്ള ആരോഗ്യം ഇപ്പോൾ ഇല്ല. നമസ്കാരം മമ്മുക്ക. ഓരോ സിനിമകളും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സക്സസ്സിലേക്ക് ചിലപ്പോൾ എത്തിയെന്ന് വരത്തില്ല, ചിലപ്പോൾ വിചാരിക്കാത്ത സക്സസ്. സിനിമ ഇൻഡസ്ട്രിയിൽ പല സിനിമകൾ എടുക്കുമ്പോഴും അങ്ങനെയാണ്. മമ്മൂക്കയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും പ്രേക്ഷകർ വലിയ തോതിൽ കൈനീട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സക്സസ്, തുടർച്ചയായിട്ടുണ്ടാകുന്ന സക്സസ് പുതിയൊരു പ്രോജക്റ്റിനെ സമീപിക്കുമ്പോൾ അത് വലിയൊരു പ്രഷറായിട്ട് മാറാറുണ്ടോ? എങ്ങനെയാണ് ആ ഒരു തുടർച്ചയായിട്ടുള്ള സക്സസ് പുതിയ സിനിമകളെ സമീപിക്കുമ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്നത്? സക്സസ് നമ്മൾ തലയും കേട്ടായിരുന്നാൽ മതി. പഴയ നോർമലായിട്ടിരുന്ന ടെൻഷനൊന്നുമില്ല. ഇതിനു മുമ്പ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം എടുക്കാൻ പോകുന്ന സിനിമയാണ് ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ അങ്ങനെയാണ്. ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ അടുത്തായിട്ട് അഭിനയിക്കാൻ പോകുന്ന എൻ്റെ ആദ്യത്തെ സിനിമ. അങ്ങനത്തെ ഒരു ഫീലിംഗേ ഉള്ളൂ. അത്രയും സ്ട്രെയിനും എഫർട്ടും ആശങ്കകളൊക്കെ ഉള്ള ആളാണ്. സിനിമ സക്സസ് ആകുക, സക്സസ് ജീവിതത്തിലും നമ്മുടെ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടാവും. അത് സിനിമ എപ്പോഴും ഉണ്ടാവും. ഞാനിപ്പോൾ ഈ 42 400 സിനിമകൾ അഭിനയിച്ചു. അതെല്ലാം സക്സസ്ഫുൾ അല്ല, എല്ലാം ഫെയിലിയറും അല്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ തന്നെ സിനിമയിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. സിനിമ അല്ലാതെ വേറെ വഴിയില്ല. സിനിമ എടുക്കുകയോ അഭിനയിക്കുകയോ ചെയ്യണം. അത് ഓടുകയില്ല എന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചാവട്ടെ എന്ന് വിചാരിച്ചങ്ങ് ഇറങ്ങല്ലേ. നമ്മളെല്ലാം അങ്ങനെയാണ്. ജീവിതം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളോ വിജയങ്ങളൊക്കെ ഉണ്ടാകാം. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ആവേശം കൊള്ളിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്താൽ പോലും നമ്മുടെ ജീവിതം മുന്നോട്ട് തന്നെ പോവുകയാണ്. ഞാൻ ഒരുപാട് ഫിലോസഫി ആയിപ്പോയി. പണ്ട് ബാനറുകൾ നോക്കിയിട്ടായിരുന്നു എല്ലാവരും സിനിമക്ക് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അതിപ്പോ വീണ്ടും തിരിച്ചു വരുന്നത് പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ മമ്മൂട്ടി കമ്പനി സിനിമ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ അതെ, മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു വലിയ ബാധ്യതയുണ്ട് സിനിമയ്ക്ക്. എന്ന് വെച്ചാൽ ഈ ആളുകളുടെ നമ്മുടെ കുറച്ച് നല്ല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഈ കൂടെ. അപ്പോൾ അതുപോലെ നമ്മൾ ഇറക്കുമ്പോൾ നമ്മൾ നല്ല സിനിമകളായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതും ഒരു വലിയ ചുമതലയാണ്. ബാധ്യതയാണെന്ന് ഞാൻ പറയുന്നത്. അതൊരു ചുമതലയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് നന്നാക്കി എടുക്കേണ്ട ഒരു ചുമതലയുണ്ട് എനിക്ക്. കാരണം വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്. വിശ്വാസം നമ്മൾ ബാധ്യതയല്ല. അപ്പോൾ നമ്മൾ അവരോട് ചുമതലയാണ് നന്നാക്കി എടുക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഈ പറയുന്ന പോലെ അത്യാവശ്യം ഞാനും ഒക്കെ കളിക്കുന്നുണ്ട്. ആ പ്രവണത ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ബാനറുകൾക്ക് ഒരു പ്രശ്നമല്ലേ? അല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലെന്നേ. നമ്മൾ ഇപ്പം ആളുകൾ അപ്പോൾ ഇറങ്ങുമ്പോഴേ സിനിമയെ പറ്റിയുള്ള ഒരുവിധം എല്ലാ ഹിസ്റ്ററിയും പ്രൊഫൈലും ഒക്കെ അറിയാം. അപ്പോൾ ഇന്നതുപോലെ ആയിരിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യമൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ബാനർ വാല്യൂ ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അറിയാത്തൊരു ബാനറി വന്നാലും വരില്ല. ഇപ്പോൾ ഒരു വലിയ സംവിധായകനും അതുപോലെ തന്നെ അറിയാനന്മാരൊക്കെ വന്നാലും ബാനർ പിന്നീട് രണ്ടാമതേ വരുള്ളൂ.
പക്ഷെ ബാനറിനകത്ത് ചിലപ്പോൾ ഈ നടിയന്മാരില്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ സിനിമ കാണാൻ പോകും. അങ്ങനെയുണ്ട്. നമുക്ക് സാധാരണ ഉള്ളതിലും ഭയങ്കരമായിട്ട് എനർജിയിലാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. ഹലോ, ആ സന്തോഷം. ഞാൻ പേടിച്ചാ വന്നത്. അല്ല, കഴിഞ്ഞ തവണയൊക്കെ കണ്ടതിനേക്കാൾ കൂടുതൽ എനർജി നമുക്കിവിടെ മുഖത്ത് കാണുന്നുണ്ട്. ഓ, താങ്ക് യു. ചെറിയ സിനിമ ചെറുതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും മറ്റ് ചില സിനിമകളും പേടിയോടുകൂടി തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അവർ പറയുകയും ചെയ്തു. പിന്നെ മമ്മൂക്കയുടെ സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊന്നും നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ലെന്നേ. സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ നല്ലതോ ചെയ്തതെന്നറിയാം. അതിന് മുമ്പ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ നല്ലത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്ന പോലെയല്ല സിനിമ എടുത്തുണ്ടാക്കി നന്നാക്കിയുള്ളൂ. ഇപ്പം എല്ലാവർക്കും സ്പേസ് ഉണ്ട് സിനിമയ്ക്ക്. അതിനൊന്നും പഠിക്കണ്ട. നമുക്ക് ഈ സിനിമയെ സീരിയസ് ആയിട്ട് വിലയിരുത്തുന്നവരായാലും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരായാലും ഒക്കെ പറയുന്നത് നമുക്ക് സമീപകാലത്തായുള്ള സിനിമകൾ നോക്കിയാൽ ഇപ്പോൾ നന്മകൾ നേരത്തെ മയക്കം, കണ്ണൂർ സ്ക്വാഡ്, അത് കഴിഞ്ഞ് ബ്രഹ്മയുഗം, ഇപ്പോൾ ടർബോയിലോട്ട് വരുമ്പോൾ ഓരോന്നിനും പുതുമയ്ക്കായി എപ്പോഴും ചെവി കൊടുക്കുന്നു. അതിപ്പോൾ പുതുമുഖ എഴുത്തുകാരായാലും സംവിധായകരായാലും അവർക്ക് കൈ കൊടുക്കുന്നു. അപ്പം ഈ ഒരു നിർബന്ധബുദ്ധി വ്യക്തിപരമായി അത് ഉണ്ടോ? ഈ സിനിമയിൽ അതിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടോ? അല്ലെങ്കിൽ അടുത്ത ഐറ്റം ലോഡിങ് എന്ന് പറയാവുന്ന ഒരു സ്പെഷ്യൽ എലമെൻ്റ് ഉണ്ടോ? നിങ്ങളീ പറയുന്നത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. ഞാൻ വന്ന കാലം മുതലേ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അത് മറന്നു പോരുന്നത്. ഇങ്ങനെ എണ്ണി പറയാവുന്ന ഒരുപാട് വ്യത്യസ്തമായ സിനിമ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഓർക്കുന്ന ഈ പറഞ്ഞ പുട്ടുറുമീസ് ആണെങ്കിലും മൃഗയാണെങ്കിലും അതുപോലെ അയ്യർ ദ ഗ്രേറ്റ്, അതുപോലത്തെ ഒരുപാട് സിനിമകളുണ്ട്. ഈ തലമുറയിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. കുറച്ച ആൾക്കാർക്ക് അതൊക്കെ അറിയാം. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഉണ്ടായിരുന്ന അതേ ആവേശത്തോടു വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അന്ന് നമുക്കെല്ലാം നമ്മുടെ ആഗ്രഹത്തിന് ഒത്തു ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്കും നമുക്കും അങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈ സിനിമ കഴിഞ്ഞാൽ എന്താ സിനിമ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കും. ഇപ്പോൾ എന്നുള്ള കുഴപ്പമാണ്. മറ്റേത് വന്നു കഴിഞ്ഞാൽ 2-3 സിനിമകൾ നമ്മൾ തുടങ്ങുമായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ അടുത്ത് തുടങ്ങാനായിട്ട് ഇങ്ങനെ സമയമെടുക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അതിനൊന്നും ആൾക്കാർ നമ്മുടെ അടുത്ത് പരാതിപ്പെട്ടിട്ട് വന്നിട്ടില്ല. എന്തേ സിനിമയിൽ മരിക്കാറുണ്ട്. സിനിമ കൊടുത്താൽ അവരുണ്ടെങ്കിൽ കാണും. അങ്ങനെ വിചാരിച്ചാൽ മതി. നമുക്ക് നേരത്തെ ഈ വിശ്വാസം എന്നൊരു വാക്ക് പ്രയോഗിച്ചു. മുമ്പിൽ വരുന്ന കഥകൾ അല്ലെങ്കിൽ വ്യക്തികൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വരുന്നു. അപ്പോൾ ഈ കഥയുടെ തിരഞ്ഞെടുപ്പ്, സിനിമകളുടെ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു കഥ, നല്ലൊരു കഥ ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രത്തെ ചെയ്യുക എന്നുള്ളതിനൊപ്പം ഒരു പരസ്പരമുള്ളൊരു ബന്ധവും സൗഹൃദവും ഒക്കെ ഒരു പ്രാധാന്യമായിട്ട് നമുക്ക് എടുക്കുന്നുണ്ടോ? അങ്ങനെ അതിനൊന്നും കഥയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. പിന്നെ പരിചയമുള്ള ആളാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് ബന്ധപ്പെട്ട ഒരാളൊരു കഥയും കൊണ്ടുവന്നാൽ എല്ലാം നമുക്ക് മോശമാണ് എടുക്കാൻ പറ്റും. അത് നമുക്ക് ആർക്കും പറ്റില്ല. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കും നിങ്ങളുടെ ജോലിയിൽ അത് ചെയ്യാൻ പറ്റുമോ? ബന്ധമുള്ള ആളോ പരിചയക്കാരാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷം ബന്ധപ്പെട്ടവരാണ് കൂടുതലും. നമുക്ക് ഈ ടെർബോ എന്ന പേരിന് എന്താണ് പ്രത്യേകത ഉണ്ടോ? പുള്ളിയായിട്ടത് ഞാൻ ഒന്നുമല്ല. ഈ ഒരു മിരുമിരുപ്പ് എന്നൊക്കെ നാട്ടുമ്പുറത്ത് പറയുന്ന അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് നമ്മളത്. അതായത് ഒന്നുമില്ല, ഒരു എടുത്തിയാട്ട സ്വഭാവമുള്ള. പിന്നെ ഇതിലെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗാണ് ഞാനിന് മുമ്പ് ഇൻ്റർവ്യൂ പ്രയോഗിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഒരു നാട്ടിലുള്ളൊരു കഥാപാത്രം പറയുന്നത്, അവൻ മറ്റേ ടർബോ പിടിപ്പിച്ച മാതിരി ഉരുണ്ട് കയറി നടക്കുക എന്ന് പറയുന്നൊരു അത്രേ ഉള്ളൂ. ഒരു വട്ടപ്പേരാ. ഒരു വട്ടപ്പേര്. അല്ലാതെ ആള് അവിടെ വേറെ സംസാരിക്കില്ല, ഉത്തരം പറയുന്നുണ്ടോ? അതെ, ആള് തെമ്മാടിയോ ഗുണ്ടയോ മാഫിയോ ഒന്നുമല്ല. നമ്മൾ നാട്ടുമ്പുറത്ത് കാണുന്ന വണ്ടി സ്പീഡിൽ ഓടിക്കുന്ന ആളാണ്. അതെ, ഒരു ചേട്ടായി, ജോസ് ചേട്ടായി. അല്ല, നമ്മള് ചോദിക്കായിരുന്നു അങ്ങോട്ടും ടർബോ. ഇവിടെ നമുക്ക് ടർബോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന സിനിമകളിൽ ആവേശം മോഡൽ സിനിമകളാണല്ലോ കണ്ടുവരുന്നത്. അതായത് ഒറ്റ ഒരൊറ്റ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ കറങ്ങുന്നത്. ഇപ്പൊ നായിക എന്നുള്ള സങ്കല്പമൊക്കെ ഏറെക്കുറെ പോയ ഒരു അവസ്ഥയിലേക്കാണല്ലോ പോകുന്നത്. അപ്പൊ ഈ സിനിമയും ഇപ്പൊ ടർബോനെ കുറിച്ച് ഇപ്പൊ ചോദിച്ചപ്പോ ഈ സിനിമയും ഏതാണ്ട് അങ്ങനെ തന്നെയാണോ? ഈ സിനിമയുടെ മെയിൻ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കണ ഈ നായിക. ഇവര് തമ്മിൽ കാമുകിയന്മാരോ പെങ്ങളോ സിസ്റ്ററോ സഹോദരിയോ പെങ്ങളെ അമ്മയോ ഒന്നുമല്ല. നോ ബന്ധം. പെടുത്തണത് അയാളെ കൊണ്ട്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും നായികക്കാണ് പ്രാധാന്യം. ഓ, സിനിമ, ഡ്രൈവിംഗ്, കൂളിംഗ് ഗ്ലാസ്, ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താണ്? സിനിമ 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 കൂളിംഗ് ഗ്ലാസ് ഇല്ലെങ്കിലും കാറില്ലെങ്കിലും സിനിമ.
കൂളിംഗ് ഗ്ലാസും കാറും ഈ സിനിമ കൊണ്ട് തന്നതല്ലേ, അല്ലെങ്കിൽ നമ്മളെ എത്ര കൂളിംഗ് ഗ്ലാസ് മേടിക്കാനാ? മമ്മുക്ക, എൻ്റെ പേര് അശ്വതി എന്നാണ്. ഐ റെപ്രസെന്റ് ദിവസേ 90.8 FM, ഒരു റേഡിയോ പ്രസന്റർ ആണ്. സോ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോട് കൂടെ പറഞ്ഞോട്ടെ. മുമ്പ് മമ്മുക്കയുടെ ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് നമ്മളൊരു കാര്യം ഒരുപാട് ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് അതിനുവേണ്ടി ഡ്രീം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ റിയലി ഹാപ്പൻ എന്നുള്ളത്. ആൻഡ് നൗ ഐ എം സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. വേറെ വലിയ ആൾക്കാർ പറഞ്ഞാണ്, അല്ല മമ്മുക്ക പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ എം സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അതുപോലെ മമ്മുക്ക ഇപ്പൊ എന്നെ നോക്കുകയാണ്, ഞാൻ മമ്മുക്ക നോക്കുകയാണ്. യു ഹിയറിംഗ് മീ. സത്യം പറഞ്ഞാൽ അടുത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ആൻഡ് ഐ ഷുഡ് താങ്ക്സ് അമൃതിക, ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആൻഡ് മൈ ഓർഗനൈസേഷൻ ആസ് വെൽ ഫോർ ഓർഗനൈസിംഗ് ദിസ് ടർബോയുടെ ഒരു പ്രസ് മീറ്റ് ഓർഗനൈസ് ചെയ്തതിന്. സോ മമ്മുക്ക, എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമ ഇസ് ചേഞ്ചിങ്. ഇപ്പൊ ഒരു നായിക പ്രാധാന്യമില്ല, അല്ലെങ്കിൽ നായിക ഇല്ലാത്തൊരു മൂവി ആണെങ്കിലും, അതല്ലെങ്കിൽ ഇപ്പം 3 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു നമ്മുടെ ബ്രഹ്മയുഗം പോലത്തെ മൂവി ആണെങ്കിലും, അതല്ല ഈവൻ സോങ്സ് ഇല്ലാത്ത മൂവി ആണെങ്കിൽ പോലും നമ്മൾ മലയാളി ഓഡിയൻസ് വി അക്സെപ്റ്റ് ദോസ് കൈൻഡ് ഓഫ് മൂവീസ്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ആസ് ആൻ ഓഡിയൻസ് ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. അപ്പോൾ മമ്മൂക്ക ആസ് എൻ ഓഡിയൻ എന്ന നിലയിൽ നമ്മുടെ മറ്റ് മലയാള മൂവീസ് നോക്കുകയാണെങ്കിൽ വാട്ട് യു ഫീൽ? ഇസ് ഇറ്റ് ദ ഓഡിയൻസ് മാറുകയാണോ അതോ മലയാള സിനിമയാണോ മാറുന്നത്? ഓഡിയൻസ് മാറിയാലും സിനിമ മാറുള്ളൂ. ഓഡിയൻസ് ആണ് സിനിമ മാറ്റുന്നത്. കൊള്ളില്ലാത്തത് കാണാതിരിക്കും, നല്ലത് കാണുമ്പോൾ നാച്ചുറലി സിനിമ നന്നാവും. നല്ല ഓഡിയൻസ് ഉള്ളിടത്ത് നല്ല സിനിമ ഉണ്ടാവുള്ളൂ, അതിലൊന്നും തർക്കമൊന്നുമില്ല. നമ്മുടെ ആളുകൾ നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നത്, നല്ല സിനിമ കാണാൻ വരുന്നത് കൊണ്ടാണ് നല്ല സിനിമ ഉണ്ടാകുന്നത്. മറ്റു ഭാഷകളിൽ കണ്ടില്ല, അവർക്ക് ഓഡിയൻസിനെ അറിയാത്തതുകൊണ്ടാണ് ചിലപ്പോൾ അവർ പരാജയപ്പെട്ടു പോകുന്നത്. ഓഡിയൻസാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് പരിവരെ പൂർണ്ണമായിട്ട്. കുറെ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ ഏറെ കാലത്തിന് ശേഷം മഹത്തായ കുറെ സിനിമകൾ വന്നൊരു സമയമാണ് ഇപ്പം. നേരത്തെ സിനിമയുടെ വസന്തകാലം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് സിനിമ വഴി എല്ലാ കാലവും മഴയും വെയിലും ഒക്കെ വരില്ലേ. ഇപ്പൊ ഏറ്റവും പുതിയ സിനിമകളൊക്കെ വരുമ്പോഴേ ഇതിന് നേതൃത്വം കൊടുത്ത ആളെന്ന് എന്താണ്? എനിക്ക് നേതൃത്വം കൊടുത്ത ആളെന്നുള്ള പാടായി പറഞ്ഞു. നേരത്തെ വന്ന ഉടനെ എൻ്റെ ഒരു ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ ഉണ്ട്. ഒക്കെ ശരിയായി വരട്ടെ. നിങ്ങൾ കൂടെ നിൽക്ക്. ഇവിടെ ദുബായിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു, ബാക്കി നമുക്ക് മറ്റുള്ളവരെ ഏൽപ്പിക്കും. എന്ത് പറയണം? അപ്പോൾ ഓക്കെ പോരെ? ഇനി ഒരു നല്ല കാര്യമായിട്ട് വരാൻ പറ. നിങ്ങൾ വെറുതെ ഗൗതമേനോന്റെ സിനിമ പ്രഖ്യാപിക്കാനായോ? അവരാവട്ടെ. കോട്ടയം കുഞ്ഞച്ചന്റെ 2ാം ഭാഗം എടുക്കാൻ തീരുമാനിച്ച കഥയാണ്. അല്ലല്ല, കോട്ടയം കുഞ്ഞച്ചൻ ഇനിയിപ്പോ 10-20 കൊല്ലമായില്ലേ, ഇനി എന്തെടുക്കാൻ പറ്റും? പിന്നെ ഒരു ലൈൻ ഞാൻ എണീറ്റു. ഒരു ഫാക്ടർ എന്താണ് മമ്മൂക്ക തന്നെ ഇത് മമ്മൂക്ക കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ എന്താണ്? ആക്ച്വലി ഞങ്ങൾ ട്രെയിലർ കണ്ടിട്ട് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്ത ഒരാളാണ്. അപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, വാട്ട് ഇസ് വൺ ഫാക്ടർ മമ്മൂക്ക ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളൊരു പ്രൊഡക്ഷൻ കമ്പനി കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കൊരു പണി വേണ്ടേ, പിന്നെ എനിക്കൊരു പണി വേണ്ടേ. ഓക്കെ.